സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് കാന്ത എംബ്രോയിഡറി ചെയ്ത സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. നല്ല രസമായിട്ടുള്ള ഷെയ്ഡ്സ് ആട്ടോ. ലൈറ്റ് ഒരു ഗ്രീൻ ടോണാണ് നമുക്കിത് വന്നേക്കുന്നത്. പേസ്റ്റൽ ഗ്രീൻ ടോൺ വന്നിട്ട് അതിൽ ലാവൻഡർ ഷെയ്ഡിലാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ബോട്ടം നമുക്ക് കോട്ടൺ ബോട്ടവും ദുപ്പട്ടയും സെയിം തന്നെ ടോപ്പിൻ്റെ ഫാബ്രിക് വന്നിട്ട് അതിൽ എംബ്രോയിഡറി ചെയ്തേക്കുവാണ്. ഇതിലേക്ക് നമുക്ക് വരുമ്പം നല്ലൊരു ലൈറ്റ് ഗ്രീനും പിങ്കും കൂടെയാണ് വരുന്നത്. അതിലും ഇതുപോലെ തന്നെ ബോട്ടം ഇങ്ങനെ വരും. കോട്ടൺ ദുപ്പട്ടയും നമുക്ക് എംബ്രോയിഡറി ചെയ്താണ് വന്നേക്കുന്നത്. ഫുള്ളായിട്ടും ഹാൻഡ് കാന്ത എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. നല്ലൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരുന്നൊരു സൽവാർ സെറ്റാണിത്. അതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത വന്നേക്കുന്നത്. നല്ല ലൈറ്റ് ലാവൻഡറും ഗ്രീനും കൂടെ രണ്ടും പേസ്റ്റൽ ടോണിലേക്കാണ് വരുന്നത്. നല്ല രസമായിട്ടുള്ള കോമ്പിനേഷനാണ്. എന്നിട്ട് ഇത് ഫുള്ളായിട്ടും ഈ ഒരു പാറ്റേൺ തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് സ്ലീവ് ഒക്കെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ദുപ്പട്ട ഫുള്ളായിട്ടും ഹാൻഡ് കാന്ത എംബ്രോയിഡറി തന്നെയാണ് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് വന്നേക്കുന്നത്. ബോർഡറൊക്കെ നല്ല ഭംഗിയാണ്. ഉള്ളിൽ ഇങ്ങനെ ചെറിയ ഒരു ലീഫിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല വീതിക്ക് ഒരു ബോർഡർ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് ഗ്രീനിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നേക്കുന്ന ലൈറ്റ് ഒരു പിങ്ക് ടോണാണ്. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. ബാക്കി നമുക്ക് ചെക്ക് പാറ്റേൺ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. സിൽക്കി കോട്ടയിൽ തന്നെ ആ ഒരു സെയിം ഗ്രീൻ കളർ ടോൺ തന്നെ വരും. ദുപ്പട്ടയും ഇതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് കാന്ത എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. നമ്മൾ നേരത്തെ കണ്ട പാറ്റേൺ തന്നെ. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്.